ഇതാണ് ഞാൻ പറഞ്ഞ ഭീകര ലുക്കുള്ള കടുവ കേട്ടോ. ഇത് റീസസ് മക്കാക്ക് എന്നറിയപ്പെടുന്ന ഒരു സാധനം കേട്ടോ. ഒരെണ്ണത്തിൽ കണ്ട ചെന്നൈയാണെന്ന് തോന്നുന്നു കേട്ടോ, വോൾഫാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വേറൊരു റോഡിൽ കൂടെ കടുവ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നേ. ഈ ഫോറസ്റ്റ് റോഡിൽ കൂടെയുള്ള യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കേട്ടോ ഞാൻ ടൈഗർ വെള്ളത്തിൽ കൂടെ നീന്തുന്ന കാഴ്ച കാണുന്നത്. ഇതിനോട് ചേർന്ന് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ റോഡിൽ കൂടെ നടന്ന് നമ്മുടെ നേരെ വരുവാ കേട്ടോ. ലെസർ മൂർഹൻ എന്നറിയപ്പെടുന്ന ഒരു തരം വാട്ടർ ബേർഡാണ് കേട്ടോ. കടുവ പതുങ്ങിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ലെപ്പേർഡ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ കുരങ്ങന്മാരെല്ലാം വഴിയിൽ കൂട്ടമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ ടെറായി ആർക്ക് ലാൻഡ്സ്കേപ്പ് എന്നാണ് കേട്ടോ ടാലിൻ്റെ ഫുൾ ഫോം. തലയില്ലാത്ത മുതലാന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. ഓഹോ എന്നാ കാഴ്ച ഒന്ന് നോക്കി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ഒരു കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലത്താട്ടോ. കുറച്ച് ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുപിയിലാണ്, ഉത്തർപ്രദേശിലെ പിലിഭിത്ത് ടൈഗർ റിസർവ്. അപ്പം നമ്മൾ അധികം ഒന്നും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇന്ന് അവിടുന്ന് കേട്ടോ. ഇവിടുത്തെ കടുവകൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര വലുപ്പമായിരിക്കും കേട്ടോ. അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നേരം വെളുത്ത് വരുന്നോളെ. നമ്മൾ മോർണിംഗ് സഫാരിക്ക് വേണ്ടിയിട്ട് രാവിലെ ഇവിടെ എത്തി. 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തി. 7 മണിയാകുമ്പോഴേ ഗേറ്റ് തുറക്കുള്ളൂ. ഇവിടെ വന്ന് ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്ത് ക്യാമറ ചാർജും അങ്ങനെയുള്ള പേയ്മെൻറ്റ്സും എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയേക്കുന്നതുണ്ടോ, ഈ വണ്ടി ഗവൺമെൻറ് വണ്ടിയാണ്. അതേസമയം ബാക്കിയൊക്കെ ജിപ്സീസ് ആട്ടോ. ഇവിടെ ഒത്തിരി പ്രൈവറ്റ് സഫാരി ഉണ്ട്, സാധാരണ നോർത്തിലേക്കുള്ളതുപോലെ തന്നെ. എന്നുവെച്ചാൽ പ്രൈവറ്റ് സഫാരി അല്ല, പ്രൈവറ്റ് വണ്ടികൾ. അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന സ്ഥലം കണ്ടോ, നമ്മൾ ശരിക്കും ഒരു തുരങ്കത്തിനകത്തൂടെ പോകുന്ന പോലെ ഇല്ലേ, മരങ്ങൾ കൊണ്ട് തീർത്ത തുരങ്കം. അങ്ങനെ സ്ട്രെയിറ്റ് റോഡ്, ചുറ്റും മരങ്ങൾ കവർ ചെയ്തിട്ടുള്ള ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് എന്ത് ആനിമൽസിനെ കിട്ടിയാലും ഭയങ്കര ഭംഗിയായിരിക്കുമേ. ഇതിനകത്തൊരു ടൈഗർ നടന്നു വരുന്നത്, അതും ഭീകര വലിപ്പമുള്ള ടൈഗേഴ്സ് നടന്നു വരുന്ന പിക്ചേഴ്സൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പിലിഭിത്തിലേക്ക് വരുന്നത്. നമ്മൾ കാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ടൈഗർ അല്ല കേട്ടോ, കാട്ടുപന്നികളാണ്. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെയാണ്, ഈ ഒരു ഫ്രെയിമിൽ എന്തിനെ കിട്ടിയാലും നല്ല ഭംഗിയാണ്. പക്ഷേ നല്ല രീതിയിൽ കോടമഞ്ഞുള്ളത് കൊണ്ട് ഇത്തിരി ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നല്ല മഞ്ഞുണ്ടായിരുന്നെങ്കിലും കാട് ആക്റ്റീവായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് അലാം കോൾ കേട്ടു കേട്ടോ. ഉടനെ തന്നെ ക്യാമറയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റെഡിയായി. കടുവ. നമ്മൾ അലാം കോൾ കേട്ട ഭാഗത്തോട്ട് നോക്കിയിരിക്കുകയായിരുന്നേ. അപ്പോഴത്തെ കാടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ റോഡിൽ കൂടെ നടന്ന് നമ്മുടെ നേരെ വരുക കേട്ടോ. അപ്പോൾ ടൈഗർ വരുന്നതനുസരിച്ച് നമ്മുടെ വണ്ടി മെല്ലെ പുറകോട്ട് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ മെല്ലെ കാട്ടിലോട്ട് കയറിപ്പോവും. ഫീമെയിൽ ടൈഗറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൈ ആയിരിക്കും എന്നാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് കാട്ടിൽ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ അശത്തി നേരെ കാട്ടിലോട്ട് കയറിയേ. നമുക്ക് പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. മെയിലായിരുന്നെങ്കിൽ റോഡിൽ കൂടെ തന്നെ സ്ട്രെയിറ്റ് വന്നേനെ, വണ്ടികൾക്ക് അടുത്തൂടെയൊക്കെ വന്നേനെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. കാരണം ഇവിടുത്തെ ടൈഗേഴ്സിൻ്റെ ബിഹേവിയർ അങ്ങനെയാണ് പോലും. ഏതായാലും അപ്പുറത്ത് വേറൊരു പാരലൽ റോഡുണ്ട്, പുള്ളി അങ്ങോട്ട് കയറും നോക്കാം. കടുവ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ക്രോസ് റോഡുകളിലൂടെ ഒക്കെ വണ്ടി കൊണ്ടുപോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വേറൊരു റോഡിൽ കൂടെ കടുവ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നേ. അപ്പോഴത്തേക്കും ഡ്രൈവർമാർ തമ്മിലുള്ള ബഹളവും വണ്ടി പെട്ടെന്ന് ഓടിച്ച് ഫ്രണ്ടിൽ കയറ്റിയതിൻ്റെ വഴക്കുമൊക്കെയാണ് കേട്ടത് കേട്ടോ. ഏതായാലും കടുവ കണ്ടോ രാജകീയമായിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് നല്ല വീണ്ടും കാട്ടിലോട്ട് കയറിപ്പോയേ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഉൾക്കാട്ടിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞുണ്ട്, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലുമാണ് കടുവ. എത്ര കൺകുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണല്ലേ തൊട്ട് ഫ്രണ്ടിൽ കൂടെ കടുവ നടന്നു പോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ കടുവകൾക്കൊക്കെ നല്ല വലിപ്പമാണെന്ന്. എല്ലാ കടുവകൾക്കും അല്ല, പ്രത്യേകിച്ച് ആൺകടുവകൾക്കാണ് കേട്ടോ നല്ല വലിപ്പവും തലയ്ക്ക് പ്രത്യേകിച്ചൊരു ഭീകര ലുക്കും ഒക്കെ തോന്നുന്നത്. ഇത് പെൺകടുവയാണ്. എന്നാണേലും ആ പോക്ക് കണ്ടോ. ഇവിടെ പെൺകടുവകളെ ഇത്രയും സമയം കിട്ടാറില്ലെന്നാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ കാട്ടിൽ കയറി പോകാറാണ് പതിവ്. നോക്കി മഞ്ഞും പൊടിയൊക്കെ ആയിട്ട് അത്ര ക്ലിയറൊന്നും അല്ല കാഴ്ചകൾ, എന്നാലും എന്നെ മാരക കാഴ്ചയായിരുന്നു. നോക്കി കടുവ പതുങ്ങിയിരിക്കുന്നത് കണ്ടോ. തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു മാൻ നടന്നു പോയത് കണ്ടായിരുന്നോ കടുവയെ കാണാതെ.
കടുവ ചാടി വീഴുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്നത് ഹണ്ടിന് റെഡി ആയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഏതായാലും നല്ല ഹണ്ടിങ് മൂഡിലാണ് ആശാത്തി പതുങ്ങിയിരിക്കുന്നത്. ഇര പിടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കേട്ടോ. ഇത്രയും ദൂരത്തിലാണ് കടുവയുള്ളത്. പോരാത്തതിന് നല്ല രീതിയിൽ കോടമഞ്ഞ് കയറി കിടക്കുന്നു. അതും പോരാത്തതിന് ഇഷ്ടം പോലെ വണ്ടികൾ പാഞ്ഞു വന്നതുകൊണ്ട് ചുറ്റും പൊടിയാണ് കേട്ടോ. പൊടിയും കോടമഞ്ഞും നല്ല ഡിസ്റ്റൻസും കൂടെ ആയപ്പോഴത്തേക്കും കാഴ്ചകൾക്ക് ചെറിയ മങ്ങലായിപ്പോയി. ക്രോസ് ചെയ്തു പോയി റൈറ്റ്. തലങ്ങും വിലങ്ങും അലാംകോളൊക്കെ ഉണ്ടായിട്ടും കടുവ പുറകെ നിൽക്കുന്ന അറിയാതെ നമ്മളെ നോക്കി നിൽക്കുന്ന മാനിനെ കണ്ടോ. തൊട്ടു പുറകിലായിട്ട് കടുവ നിൽക്കുന്നുണ്ട്. ഏതായാലും കടുവ മെല്ലെ കാട്ടിലോട്ട് കയറിപ്പോയി. പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പിലിഭിത്ത് ടൈഗർ റിസർവ്. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ടൈഗർ സൈറ്റിങ്സ് ഇഷ്ടം പോലെ കിട്ടും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ കോടമഞ്ഞിൻ്റെയും അല്ലെങ്കിൽ ഈ തുരങ്കം പോലെയുള്ളതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടൈഗറിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് ഇന്ത്യയുടെ 46ാമത്തെ ടൈഗർ റിസർവാണ്. അതും 2014 കേട്ടോ ഇതിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത്. നമ്മുടെ UP ഉത്തർപ്രദേശിലെ നേപ്പാൾ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ശരിക്കും ടാൽ റീജിയൻ എന്ന് പറയും. ഇന്ത്യയിലും നേപ്പാളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഹിമാലയൻ താഴ്വരകളിൽപ്പെട്ട സ്ഥലത്തെ കേട്ടോ ടാൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാൻ വഴിയേ. ഒരു കൂട്ടം ബാരാസിംഗ് അല്ലെങ്കിൽ സ്വാം ഡിയർ എന്നറിയപ്പെടുന്ന മാനുകളാണ്. ക്യാമറ എടുത്തപ്പോഴത്തേക്കും എല്ലാം കൂടെ സ്ഥലം വിട്ടു. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. പ്രത്യേകിച്ച് മോർണിംഗ് സഫാരിക്കൊക്കെ വരുമ്പോഴത്തേക്കും ജാക്കറ്റ് ഇല്ലാതെ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. കാരണം കൊടും തണുപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് കാറ്റടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫീലിംഗ് നേരെ ഡബിൾ ആവും. ഇതാണ് ലെസർ വിസിലിംഗ് ഡക്ക് എന്നറിയപ്പെടുന്ന ചൂളൻ എരണ്ട. ഒരു പ്രത്യേക ടൈപ്പ് താറാവുകളാണ് കേട്ടോ. ഡ്രസ്സില്ലേ ഉണ്ടോ? ഫുള്ള് പൊടിയായതുകൊണ്ട് നല്ല കിടിലായിട്ട് പഗ് മാർക്ക് പതിഞ്ഞ് കിടക്കുന്നുണ്ടോ. വണ്ടികൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതുകൊണ്ട് ഇത് ഫ്രഷ് പഗ് മാർക്കാണ്. കാരണം വണ്ടി പോകുന്നതുകൊണ്ട് ഫ്രഷ് അല്ലെങ്കിൽ അത് വണ്ടി കയറി പോകും. ഇങ്ങനെയൊക്കെ കേട്ടോ ടൈഗറിനെ സ്പോട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ ആദ്യം ടൈഗറിനെ കണ്ട സ്ഥലത്ത് നിന്ന് കുറേ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അവിടെയാണ് കേട്ടോ പഗ് മാർക്ക് കണ്ടത്. അപ്പം ടൈഗർ ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. ഞങ്ങൾ വരാൻ സാധ്യതയുള്ള ഈ ഒരു ജംഗ്ഷൻ പോലുള്ള സ്ഥലത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടും കാണാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണേ. ഇവിടെ ഒരുപാട് ബേഡ്സ് ഉണ്ട്. നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ ഒത്തിരി ചതുപ്പ് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മൂർഹെൻ ആണ്. ഒരു എന്താ പറയണ്ടേ ലെസർ മൂർഹെൻ എന്നറിയപ്പെടുന്ന ഒരു തരം വാട്ടർ ബേഡാണ് കേട്ടോ. പ്രത്യേകിച്ച് ചതുപ്പ് ഏരിയകളിലൊക്കെയാണ് ഇതിനെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നല്ല രസമില്ലേ പക്ഷിയെ കാണാൻ വേണ്ടിയിട്ട്. ഇതേ റോഡിൻ്റെ ഒത്ത നടുക്ക് നമ്മളെ നോക്കി കിടക്കുന്ന ആളെ കണ്ടോ. ഒറ്റനോട്ടത്തിൽ കണ്ട ചെന്നൈ ആണെന്ന് തോന്നും കേട്ടോ. വോൾഫാണെന്ന് തോന്നും. പക്ഷേ വോൾഫ് അല്ല, ഇത് ഗോൾഡൻ ചാക്കൽ എന്നറിയപ്പെടുന്ന സാധനമാണേ. ഹമ്പോ അവൻ്റെ നോട്ടം കണ്ടോ. സാധാരണ ഇത് ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ ഇത് ഇന്ന് ഒറ്റയ്ക്ക് ഒരുത്തനേ ഉള്ളെന്ന് തോന്നേ. ആഹാ എന്നാ രസമല്ലേ. ഇത് ഭയങ്കര ഡേഞ്ചർ കേട്ടോ. ഈ കാണുന്ന പോലെയല്ല, കൂട്ടമായിട്ട് മനുഷ്യരെ വരെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ടെറായി ആർക്ക് ലാൻഡ്സ്കേപ്പ് എന്നാണ് കേട്ടോ ടാലിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ടാൽ റീജിയനിലാണ് ഈ പിലിഭിത്ത് അടക്കമുള്ള ടൈഗർ റിസർവുകളൊക്കെ പെടുന്നത്. അതായത് ഇന്ത്യയിലെയും നേപ്പാളിലെയും ആയിട്ട് 14 പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഹിമാലയൻ താഴ്വരകളിലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ചേർന്ന ഒരു സ്ഥലമാണ് ടാൽ. നമ്മുടെ ജിം കോർബറ്റും രാജാജി നാഷണൽ പാർക്കും അതുപോലെ
ഈ പിലിഭിത്തും ദുദ്വ നാഷണൽ പാർക്കും എല്ലാം ഈ ടാൽ റീജിയനിൽ പെട്ടതാണ്. നോക്കി നല്ല ഭംഗിയുള്ള കുരങ്ങൻ. നമ്മുടെ നാട്ടിൽ കാണുന്ന കുരങ്ങന്മാരിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് റീസസ് മക്കാക്ക് എന്നറിയപ്പെടുന്ന ഒരു സാധനം കേട്ടോ. നമ്മൾ അസമിൽ കസിരംഗയിൽ പോയപ്പോൾ കണ്ടില്ലായിരുന്നു ആസാം മക്കാക്ക്. അതുമായിട്ട് നല്ല സാമ്യമുണ്ട്, പക്ഷേ അതല്ല സാധനം. ഇത് റീസസ് മക്കാക്കാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നേപ്പാൾ ബോർഡറിലായിട്ടാണ് കേട്ടോ ഈ പിലിഭിത്ത് ടൈഗർ റിസർവ് വരുന്നത്, ഉത്തർപ്രദേശിൻ്റെ ബോർഡർ സൈഡിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അത്ര എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ റെഫറൻസിന് വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും വീഡിയോസ് ഒന്നും തന്നെ കണ്ടില്ല. 1-2 ഹിന്ദി വീഡിയോ ഒക്കെ റെഫർ ചെയ്താൽ കേട്ടോ ഞാനിവിടെ എത്തിയേക്കുന്നത്. ഇത് പോകുന്ന വഴിയിൽ കണ്ടോ നല്ല ഫ്രഷ് പഗ്മാർക്ക് പൊടിയിൽ തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. നമുക്ക് നോക്കാൻ പോകും ടൈഗറിനെ ഇനിയും കിട്ടുമെന്ന്. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണക്കാരൻ പരുന്ത് തന്നെയാണ് ചുട്ടിപ്പരുന്ത്, അല്ലെങ്കിൽ സർപ്പൻറ്റീകൾ തന്നെയാണെങ്കിലും എനിക്ക് നല്ല ലൈറ്റത്ത് കാണുമ്പോൾ എന്നാ ഭംഗിയല്ലേ. സഫാരിയിൽ ഡ്രൈവറെ കൂടാതെ നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടെ ഉണ്ടാവേ. നമ്മൾ ഗൈഡ് ഫീ ഒക്കെ ഇതിൻ്റെ കൂടെ അടയ്ക്കുന്നുണ്ട്. അതുപോലെ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ചാർജ് അവിടെ അടയ്ക്കണം. ക്യാമറയ്ക്ക് 300 രൂപ മാത്രമാണ് കേട്ടോ ഇവിടെ ചാർജ് ഉള്ളത്. ഏത് ക്യാമറ ആണെങ്കിലും ഒരേ ചാർജ് തന്നെയാണ്. SLR ആണെങ്കിൽ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറ ആണെങ്കിൽ 300 രൂപയാണ് അതിന് ചാർജ് വരുന്നത്. അതുപോലെ സഫാരി ചാർജ് ഓരോ ഗേറ്റിലും വ്യത്യാസമാണ്. ഇവിടെ മഹോഫ് ഗേറ്റിലാണെങ്കിൽ 5000 രൂപയാണ് ഒരു വണ്ടിയുടെ ചാർജ്. അതിൽ 7 പേർക്ക് വരെ പോകാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് പെർ ഹെഡ് ബേസിസിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് വേറെ ആൾക്കാർ വണ്ടിയിലുണ്ടാവും. അപ്പോൾ പെർ ഹെഡ് ആണെങ്കിൽ ഈ ഗേറ്റിൽ 1000 രൂപ. അതുപോലെ പിന്നെയുള്ളത് മുസ്തഫാബാദ് വേറൊരു ഗേറ്റ്. അവിടെയാണെങ്കിൽ പെർ ഹെഡ് ചാർജ് 800 രൂപയും. അതുപോലെ ഒരു ഫുൾ ജിപ്സിയുടെ അല്ലെങ്കിൽ ഒരു ഫുൾ വണ്ടിയുടെ ചാർജ് വരുന്നത് 4000 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ സഫാരി പിലിഭിത്ത് ടൈഗർ റിസർവ് .in വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രൈവറ്റ് സഫാരീസും അവൈലബിൾ ആണ്. അതായത് പ്രൈവറ്റ് ഏജൻസീസ് ഒരുപാട് സഫാരീസ് നടത്തുന്നുണ്ട്. അതും ഗവൺമെൻറ് സഫാരിയും തമ്മിൽ വലിയ ചാർജ് ഡിഫറൻസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല സർവീസും ഒക്കെയാണ് കേട്ടോ. അപ്പം അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഓർത്തൊന്നും നമ്മൾ പിന്നെ എന്നാ പറയണ്ടേ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളിച്ച് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സഫാരി ബുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പിന്നെ ഇതുപോലെ ഓപ്പറേറ്റേഴ്സിനെ കിട്ടും. ഇതേ കാട് കാണാൻ നോക്കി എന്നാ ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ലൈറ്റിൽ ചെറുതായിട്ട് കോടയും കൂടെ കയറി കിടക്കുമ്പോഴത്തേക്കുവേ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിലുള്ള സഫാരി നല്ല സൂപ്പർ സഫാരിയാണ്. കാരണം കാടിൻ്റെ ഭംഗിയും അതുപോലെ ഇഷ്ടംപോലെ ആനിമൽസും ഒക്കെ ആയിട്ട് നമ്മുടെ മോർണിംഗ് സഫാരി ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഗേറ്റിലെത്തിയപ്പോഴത്തേക്കും അവിടെ പുറത്തിരിക്കുന്നത് കണ്ടാണ് ഈ ഒരു പരുന്ത്. എന്നെ വലിപ്പമെന്ന് നോക്കി. അപ്പം നമ്മൾ ആദ്യത്തെ സഫാരി എടുത്തത് മഹോഫ് ഗേറ്റിലാണ്. ഇവിടെ പ്രധാനമായിട്ടും 2 സഫാരി ഗേറ്റുകളാണ് ഉള്ളത്. ഒന്ന് മഹോഫ്, പിന്നെ വേറൊന്ന് മുസ്തഫാബാദ്. മഹോഫ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ പിലിഭിത്ത് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ മുസ്തഫാബാദ് ഗേറ്റ് ആണെങ്കിൽ പിലിഭിത്ത് സിറ്റിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. ഇത് നമ്മളങ്ങനെ മഹോഫ് ഗേറ്റിലെ സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുസ്തഫാബാദ് പിടിക്കുക കേട്ടോ. ഉച്ച കഴിഞ്ഞ് അവിടെ സഫാരി എടുക്കാനാണ് പ്ലാന്. ഇത് റോഡിൽ നിറച്ചും കുരങ്ങന്മാരിയ്ക്കുന്നുണ്ടോ. നമ്മൾ മുന്നേ കണ്ടില്ലായിരുന്നു റീസസ് മക്കാക്ക്, അവന്മാരാണേ. എന്ത് മാത്രമാണോ നോക്കി. ഈ ഫോറസ്റ്റ് റോഡിൽ കൂടിയുള്ള യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു മെയിൻ റോഡിലൊക്കെ ടൈഗർ ക്രോസിംഗ് ഒക്കെ പകൽ സമയത്ത് കിട്ടാറുണ്ടെന്നാണ് നമ്മുടെ മുന്നത്തെ ഗൈഡ് പറഞ്ഞത്. നമ്മൾ മഹോഫ് ഗേറ്റിലെ സഫാരിയൊക്കെ എടുത്ത ശേഷം ഇതേ മുസ്തഫാബാദിൽ നിന്ന് അടുത്ത സഫാരിക്ക് വേണ്ടി വന്നേക്കുവാണേ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സഫാരി വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇതാണ് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ഇതാണ് മെയിൻ ഗേറ്റ് എന്ന് തോന്നുന്നു. കാരണം ഉണ്ടല്ലേ ഇവിടെയാണ് പ്രോപ്പറായിട്ട് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളെ അപ്പം ചുക്ക ബീച്ചിൻ്റെ അവിടെ വന്നേക്കുവാണ്. പിലിഭിത്തിലെ മുസ്തഫാബാദിൽ അടുത്തുള്ള ഒരു ഗേറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ സുവനീർ ഷോപ്പിലൊന്ന് കയറി നോക്കാം. ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റിയുള്ള ജാക്കറ്റും തൊപ്പിയും ടീഷർട്ടും ഒക്കെ കിട്ടും. നമ്മുടെ നാട്ടിലെ പകുതി വിലയൊക്കെ ആവത്തുള്ളൂ. ഞാൻ ഇട്ടേക്കുന്ന ജാക്കറ്റ് ഇവിടുന്ന് മേടിച്ചതാണ്. ഇതാ കേട്ടോ ചുക്ക ബീച്ച് എന്ന് പറയുന്നത്. ബീച്ച് എന്ന് പറയാൻ ഇവിടെ കടലൊന്നുമില്ല, പക്ഷേ ഇതുണ്ടല്ലോ വലിയൊരു റിവർ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ബീച്ച് പോലെ. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ബീച്ച് എന്ന് വിളിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. കാടിന് നടുക്കാണ്. അതെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ സുവനീർ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അവിടെ തന്നെ ഇവരുടെ സ്റ്റേയും ഒക്കെ ഉണ്ട്. പല ടൈപ്പ് സ്റ്റേ ഉണ്ട്. ഇതെല്ലാം പിലിഭിത്ത് ടൈഗർ റിസർവ് വെബ്സൈറ്റിൽ കിട്ടും കേട്ടോ. നമ്മൾ സഫാരി ബുക്ക് ചെയ്യുന്ന അതേ വെബ്സൈറ്റിൽ തന്നെ ഈ സ്റ്റേയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചുക്ക ബീച്ചിൻ്റെ അവിടെയുള്ള കാടിന് നടുക്കത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മുസ്തഫാബാദ് ഗേറ്റിലെ സഫാരി ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തേ.
എനിക്ക് നല്ല ഭംഗിയുള്ള കാടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ കൂടുതലും ആ പടത്തിലൊക്കെ കാണുന്ന വലിയ ടൈഗർ ഇതുപോലെയുള്ള സ്ഥലത്തൂടെ നടന്നു വരുന്ന പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഫ്രണ്ട് ജോയ്സും അതുപോലെ അവൻ്റെ ഫ്രണ്ട് അങ്കിതും കേട്ടോ. ഞാൻ ജോയ്സ് ലക്നൗവിലാണ് താമസിക്കുന്നത്, ഞാൻ അവൻ്റെ കൂടെയാണ് കേട്ടോ സഫാരിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ലക്നൗവിൽ വന്നിട്ട് അവൻ്റെ വണ്ടിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇവിടെ എത്തിപ്പെടാനൊക്കെ പാടാന്ന്. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴി ഷെയർ ചെയ്യാമേ. जंगल फॉल पीकॉक दोनों कॉल कर ഓ എന്നാ കാഴ്ച നോക്കി, എത്ര കുരങ്ങന്മാരാണ് നമ്മുടെ ഗ്രേലങ്കൂർ വഴിയിലിറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജംഗിൾ ഫൗൾ, അതായത് കാട്ടുകോഴിയും മയിലുകളും ഭയങ്കര രീതിയിൽ കാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ലെപ്പേർഡ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ കുരങ്ങന്മാരെല്ലാം വഴിയിൽ കൂട്ടമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ ഈ കോഴിയും മയിലും ഒക്കെ ബഹളം വെക്കുന്നതും ലെപ്പേർഡിനെ കണ്ടിട്ടായിരിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നും കണ്ടില്ല. കുരങ്ങന്മാരൊക്കെ കുറച്ച് റിലാക്സ് ആയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി എടുത്തെങ്കിൽ പോരുമായിരുന്നേ. ലെപ്പേർഡ് ജസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും കൂട്ടമായിട്ട് ഇവന്മാർ റോഡിലോട്ട് ഇറങ്ങിയെന്നാണ് കേട്ടോ പറഞ്ഞത്. അതുപോലെ തന്നെ എന്തൊരു ബഹളമായിരുന്നു അറിയോ, മയിലും കോഴികളെല്ലാം കൂടെ. ഇപ്പം ലെപ്പേർഡിനെ കാണുമെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചായിരുന്നു കേട്ടോ. ഏതായാലും ജസ്റ്റ് മിസ്സാണെന്ന് തോന്നുന്നു. നോക്കിയേ, വഴിയിൽ വണ്ടി ഇത്ര അടുത്ത് വന്നിട്ട് പേടി കൂടാതിരിക്കുന്നത്. പേടി കൂടാതല്ല, നന്നായിട്ട് ലെപ്പേർഡിനെ പേടിച്ചിട്ടിരിക്കുവാന്ന് തോന്നുന്നു. വണ്ടി കയറി ചാവുന്നതായിരിക്കും പുലി പിടിച്ച് ചാവുന്നതിനെക്കാട്ടിലും നല്ലതെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇവന്മാർ വഴിയിൽ തന്നെ ഇരിക്കുന്നത്. നമ്മൾ മുന്നേ കണ്ടില്ലായിരുന്നോ ചുക്ക ബീച്ച്? അപ്പം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരദാ സാഗർ ഡാമിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അത്രയും വിട്ടിൽ ആ സ്ഥലം അവിടെ കിടക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ കൈവഴിയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ ഉടനീളം ഈ ചെറിയൊരു റിവറുണ്ട്. നോക്കി, അപ്പുറത്തെ കരയിൽ കിടക്കുന്ന സാധനം സാക്ഷാൽ മുതല. തലയില്ലാത്ത മുതലയാന്ന് ഒറ്റനോട്ടത്തിൽ തോന്നും. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ തല അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. കുറച്ച് നേരം നിന്നെങ്കിലും ആശാൻ അനങ്ങുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും കുറേ വണ്ടികൾ റോഡിൽ നിർത്തിയിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട്. നടുക്ക് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ ടൈഗർ കയറി വരാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. പുഴയുടെ സൈഡിലായിട്ട് ടൈഗർ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഓ എന്നാ രസമെന്ന് നോക്കി, വണ്ടികൾ പെട്ടെന്ന് തിരിക്കുന്നുണ്ട്. ഓ ഇതേ ടൈഗർ നമ്മളെ പറ്റിച്ചുകൊണ്ട് വെള്ളത്തിലോട്ടാണ് ചാടിയേക്കുന്നത്. ഒരു ടൈഗർ പുഴ നീന്തി കിടക്കുന്ന സീൻ കണ്ടോ? അവിടെ വണ്ടികളെല്ലാം കൂടെ പെട്ടെന്ന് തിരക്കിട്ട് വട്ടമിട്ട് തിരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയൊരു ക്ലിപ്പേ കിട്ടിയുള്ളൂ കേട്ടോ. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്പുറത്തെ കരയിലോട്ട് ടൈഗർ നീന്തി കയറി. ഹോ, കീടലം കാഴ്ചയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. വളരെ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ടൈഗർ പുഴ നീന്തി കിടക്കുന്ന സീൻ ആദ്യമായിട്ടാട്ടോ ഞാൻ ടൈഗർ വെള്ളത്തിൽ കൂടെ നീന്തുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ വണ്ടികളെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തിരിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ശരിക്കും കാണാൻ സാധിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ അത് നീന്തി അപ്പുറത്ത് കയറി. അപ്പുറത്തെ കരയിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വണ്ടികളെല്ലാം കൂടെ പാഞ്ഞ് അങ്ങോട്ട് പോവുക കേട്ടോ. നമ്മുടെ ഡ്രൈവർ കുറച്ച് പുറകിലായിപ്പോയി. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ബാക്കി വണ്ടികളെല്ലാം കൂടെ പാഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. റോഡിൽ നിർത്തിയിട്ടേക്കുക. മിക്കവാറും ടൈഗർ റോഡിൽ കയറിയിട്ടുണ്ടാവണം. എന്നുണ്ട് ഇത്ര അടുത്താണ് പുഴ, അതുകൊണ്ട് തന്നെ നീന്തി നേരെ റോഡിൽ കയറാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞാണ് കേട്ടോ എല്ലാവരും ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓഹോ, എന്നാ കാഴ്ച നോക്കി. ചെറിയൊരു സെക്കൻഡേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും വണ്ടി പുറകോട്ട് എടുക്കേണ്ടി വന്നു. നമുക്ക് വണ്ടിയുടെ നേരെ നടന്നു വരും കേട്ടോ റോഡിൽ. അപ്പം വണ്ടികളെല്ലാം മെല്ലെ പുറകോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും പുറകിലായി പോയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടുതൽ നേരെ കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങ് റോഡിൽ നിൽക്കുന്നുണ്ട് ടൈഗർ. എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കി നിർത്തുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നാ റോയൽ ലുക്കാന്ന് നോക്കി. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ ടൈഗറിന് തല നല്ല വലിപ്പവും മൊത്തത്തിൽ ഭയങ്കര ഭീകര ലുക്കാന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ഭീകര ലുക്കുള്ള കടുവ കേട്ടോ. ഇത് റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്ന കാഴ്ച നമ്മൾ എന്താണോ പ്രതീക്ഷിച്ച് ഇവിടെ വന്നത് നമുക്ക് അത് തന്നെ കിട്ടി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മാരക കാഴ്ചയായിരുന്നു. വളരെ കുറച്ച് നേരമേ കിട്ടിയുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ പുറകിലായി പോയതുകൊണ്ട്. പക്ഷേ കിട്ടിയത് ഇവിടെ ഈ പിലിഭിത്തിൽ വന്ന ട്രിപ്പ് തന്നെ മുതലാകുന്ന തരത്തിലായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പവും അതുപോലെ തന്നെ നല്ല ഭീകര ലുക്കുമുള്ള ഗംഭീരമുള്ള കടുവ കേട്ടോ. അങ്ങനെ പുള്ളി വണ്ടികളുടെ നേരെ നല്ല റോയൽ സ്റ്റൈലിൽ നടന്നു വന്നിട്ട് മെല്ലെ കാട്ടിലോട്ട് കയറിപ്പോയി. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തെങ്കിലും പിന്നെ തിരിച്ച് കയറി വന്നില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ ഗൈഡുമാർ പറഞ്ഞത് ഇനി ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള സാധ്യത ഇല്ലയെന്നാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ തേടി പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടിയേക്കുന്നതിൽ വെച്ച് ഏറ്റവും കിടിലൻ ടൈഗർ സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ നമ്മളിപ്പം ജസ്റ്റ് കണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ പിലിഭിത്തിലേക്ക് വരുന്നത്. ഇത്രയും ദൂരം താണ്ടി അല്ലെങ്കിൽ ഈ ബോർഡറിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ആൾക്കാർ വരുന്നതിൻ്റെ കാര്യം ഇപ്പോൾ പിടികിട്ടിയില്ലേ. ഈ കിട്ടിയാൽ ഇതാണ് ഇവിടുത്തെ ടൈഗർ സൈറ്റിംഗ്. എല്ലാ സഫാരിയിലൊന്നും ഇതുപോലെ ടൈഗർ സൈറ്റിംഗ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 സഫാരി ഏറ്റവും മിനിമം എടുക്കണം. കാരണം 4 സഫാരിക്ക് എടുത്താലാണ് നമുക്കിതുപോലെ നല്ലൊരു സൈറ്റിങ്സ് കിട്ടാനുള്ള സാധ്യതയുള്ളത് കേട്ടോ.
അപ്പോൾ ഇവിടെ സഫാരി ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ. ഇവിടുത്തെ സഫാരിയുടെ ടൈമിംഗ് വരുന്നത് നമ്മൾ ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ എന്നാ പറയണ്ടേ ഈ വിൻ്റർ തീരുന്ന സമയത്തൊക്കെ ആകുമ്പോൾ രാവിലെ 7 മുതൽ 10 വരെയാണ് മോർണിംഗ് സഫാരി. അതുപോലെ ഈവനിങ് സഫാരി വരുന്നത് ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് കേട്ടോ. അതേസമയം ടൈമിംഗ് വ്യത്യാസം വരും. മഴക്കാലമൊക്കെ കഴിഞ്ഞുള്ള സമയത്ത് സമയം വ്യത്യാസം വരും. സമയം 4:30 മുതൽ 7:30 വരെയും ഈവനിങ് സഫാരിയും, അതുപോലെ മോർണിംഗ് സഫാരി 6 to 9. അങ്ങനെ ഓരോ സീസണിൽ ഓരോ സമയത്താണ് കേട്ടോ സഫാരി. മറ്റ് ടൈഗർ റിസർവുകൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ മറ്റ് സഫാരി സെൻറ്ററുകളിലെ പോലെ തന്നെ ഇവിടെയും മഴക്കാലത്ത് ഇത് ക്ലോസ്ഡ് ആയിരിക്കും കംപ്ലീറ്റ്ലി. അതായത് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ, സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിൽ ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ വീണ്ടും ഒക്ടോബറിലാണ് ഇത് റീഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ലക്നൗ വരെ ഫ്ലൈറ്റിന് വരിക, അതല്ലെങ്കിൽ ഡൽഹിയിൽ വരെ ഫ്ലൈറ്റിന് വരിക. പിന്നെ ലക്നൗവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡ്രൈവ് റെൻ്റ് കാറൊക്കെ എടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ കാർ റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഒരു 5.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് പിലിഭിത്ത് വരെ. ഡൽഹിയിൽ നിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 4-5 മണിക്കൂറോളം ട്രെയിന് അത്രയും സമയമെടുക്കും ബറേലി വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബറേലിയാണ്. അതുപോലെ ഫ്ലൈറ്റിന് വരുവാണെങ്കിൽ ഒന്നുകിൽ ഡൽഹിയിൽ വരണം, അതല്ലെങ്കിൽ ലക്നൗവിൽ വരണം. അപ്പോൾ ഈ 2 സ്ഥലത്തു നിന്നും, ഡൽഹി ആണെങ്കിലും ലക്നൗ ആണെങ്കിലും നമുക്ക് ബറേലിയിലേക്ക് ട്രെയിൻ കിട്ടും. അപ്പോൾ ബറേലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റായ് ബറേലി അല്ല, ഈ ബറേലി വേറെ ആട്ടോ. ബറേലി BE എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത്. അപ്പം ബറേലി ഇവിടുത്തെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. ഈ ബറേലിയിൽ ഒരു എയർഫോഴ്സിൻ്റെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഡയറക്റ്റ് കാണിക്കുന്നുമുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അത് ക്യാൻസലായി പോകാനുള്ള സാധ്യതകളുണ്ട്. അത് ബുക്ക് ചെയ്ത് വരുന്നത് റിസ്ക് ആയിരിക്കുമേ. അപ്പം ബെറ്റർ ലക്നൗ അല്ലെങ്കിൽ ഡൽഹിക്ക് ഫ്ലൈറ്റോ അല്ലെങ്കിൽ ട്രെയിൻ മാർഗമോ എത്തുക. അവിടുന്ന് ബറേലിക്ക് നമുക്ക് സെപ്പറേറ്റ് ട്രെയിൻ കിട്ടും. പിന്നെ ബറേലിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകളുണ്ട് പിലിഭിത്തിന്. അതല്ലെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറോളമാണ് ബറേലി ടു പിലിഭിത്ത് ഡിസ്റ്റൻസ് ഉള്ളത്. അങ്ങോട്ടേക്ക് ടാക്സി വിളിച്ചിട്ടാണെങ്കിലും വരാൻ പറ്റും. 50 കിലോമീറ്ററൊക്കെയാണ് ദൂരം വരുന്നത്. അപ്പോൾ നമ്മുടെ പിലിഭിത്ത്, UP-യിലെ നേപ്പാളിനടുത്തുള്ള പിലിഭിത്ത് ടൈഗർ റിസർവിലെ കാഴ്ചകളും കടുവകളെയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലത്തെ ഒത്തിരി സഫാരിയും അതുപോലെ കാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.